പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ NAM ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങത്തൂർ. 25 വർഷമായി കേരളത്തിന്റെ അഭിമാനമായ 3000-ലധികം വിദ്യാർത്ഥികളും 120-ൽ പരം അധ്യാപകരുമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം. എന്നാൽ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത കാരണം ഈ സ്ഥാപനം ഇന്ന് വിദ്യാർത്ഥികളുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുന്ന അവസ്ഥയിലാണ്. നിലവിലെ സൗകര്യം ശ്രദ്ധിക്കൂ. 1500 ആൺകുട്ടികൾക്കായി ടോയ്ലറ്റുകൾ 0, പെൺകുട്ടികൾക്കോ 20ഓ 25ഓ ടോയ്ലറ്റുകൾ മാത്രം. ഇത് നിയമലംഘനമല്ലെങ്കിൽ മറ്റെന്താണ്? കേന്ദ്ര RTE നിയമം 2009-ഉം സുപ്രീം കോടതിയുടെ 2012-ലെ വിധിയും പറയുന്നത് സ്കൂളുകളിൽ പ്രവർത്തനക്ഷമമായ ശുചിമുറി നിർബന്ധമാണ് എന്നാണ്. നിലവിലെ ഏറ്റവും കുറഞ്ഞ മാനദണ്ഡം പോലും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. കേന്ദ്ര RTE നിയമം 2009 പ്രകാരം 20 കുട്ടികൾക്ക് ഒരു ടോയ്ലറ്റ് എന്നാണ് മിനിമം ആവശ്യം. പുതിയ കരട് നിയമപ്രകാരം 10 പെൺകുട്ടികൾക്ക് ഒന്ന് വേണം. 1500ഓളം വരുന്ന പെൺകുട്ടികൾക്ക് 20 ടോയ്ലറ്റുകൾ മതിയാകുമോ? ഈ കുറവ് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ വീഴ്ചയാണ്. സുപ്രീം കോടതിയുടെ 2012-ലെ വിധി അനുസരിച്ച് ടോയ്ലറ്റ് സൗകര്യമില്ലാത്തത് വിദ്യാഭ്യാസ അവകാശത്തിന്റെ കടുത്ത ലംഘനമാണ്. 80 ആൺകുട്ടികൾക്ക് 1 എന്ന മിനിമം മാനദണ്ഡം പോലും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ഇന്ന് ഒരാൺകുട്ടിക്ക് സ്വകാര്യ ആവശ്യങ്ങൾക്കായി 500 മീറ്ററിലധികം നടന്ന് ടൗണിലെ മറ്റു സൗകര്യങ്ങൾ തേടേണ്ടി വരുന്നു. ശുചിത്വം, വിശ്രമിക്കാനുള്ള ഇടം, ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, എല്ലാത്തിനും മുരടിപ്പ്. ഇത് നമ്മുടെ മക്കളെ രോഗികളാക്കുന്ന രീതിയല്ലേ? ഈ വീഡിയോ ഒരു സ്ഥാപനത്തിനെതിരല്ല. നമ്മുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരു തുടക്കം കുറിക്കുകയാണിത്. നമ്മുടെ കുട്ടികൾക്ക് അർഹതപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കണം. ഇനി പ്രവർത്തിക്കേണ്ടത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ്. ചോദ്യം ചെയ്യപ്പെടാതിരുന്ന കാലം കഴിഞ്ഞു. ഉത്തരം കിട്ടുന്നതുവരെ, മാറ്റം വരുന്നതുവരെ നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കുട്ടികൾക്കു വേണ്ടി ശബ്ദമുയർത്തുക.